പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 20. ഹായ്, ഞാനാണ് കാർത്തിക. ശബ്ദം ശരിയായിട്ടില്ല, ജലദോഷം മാറിയിട്ടില്ല. എന്തായാലും സ്റ്റോറി കേട്ട് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. പോകാം സ്റ്റോറിയിലേക്ക്. കുര്യച്ചൻ ചേട്ടാ, എന്നാ റെഡി ആയിക്കോ, ഞങ്ങൾ ദാ വരുന്നു എന്ന് പറഞ്ഞ് ഗൗരിയും റോസ്മേരിയും സാന്ദ്രയും കൂടി വീട്ടിലേക്ക് ചെന്നു. അമ്മച്ചിയോട് പുറത്തു പോവുകയാണ് എന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. മക്കളെ നോക്കിക്കൊള്ളാമെന്ന് അമ്മച്ചിയും അന്നക്കുട്ടിയും പറഞ്ഞതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കുര്യച്ചൻ ചേട്ടനും റെഡിയായി വന്നിരുന്നു. ഗൗരി കാറിൻ്റെ താക്കോല് കുര്യച്ചൻ ചേട്ടൻ്റെ അടുത്തേക്ക് കൊടുത്തു. അവർ ടൗണിലേക്ക് ഇറങ്ങി. അവർ കുറച്ചു ദൂരം പോയതും നല്ലൊരു ഗാർഡൻ കണ്ടതും അവിടെ നിർത്തി. അവിടെ കുര്യച്ചൻ ചേട്ടന് പരിചയമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. അവിടെ ഇറങ്ങി ചുറ്റും നോക്കിയതും ഗൗരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഭംഗിയുള്ള പൂച്ചെടികളും മറ്റും കണ്ടതും അവൾക്ക് എല്ലാം വാങ്ങണമെന്നുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു റോസ്മേരിയുടെയും സാന്ദ്രയുടെയും അവസ്ഥ. വയനാട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥയും നല്ലതായതുകൊണ്ട് തന്നെ ഒത്തിരി നിറയെ പൂക്കളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. ഗൗരി നോക്കി അവൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളെല്ലാം എടുക്കാൻ തുടങ്ങി. അവളുടെ ഒപ്പം തന്നെ റോസ്മേരിയും സാന്ദ്രയും കുര്യച്ചൻ ചേട്ടനും കൂടി. അങ്ങനെ കുറേ ചെടികൾ എടുത്തു. ഗൗരി പൈസ കൊടുത്തതിന് ശേഷം കുര്യച്ചൻ ചേട്ടൻ അവിടെയുള്ള ജോലിക്കാരോട് അവരുടെ വണ്ടിയിൽ എല്ലാം വീട്ടിൽ എത്തിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഗൗരി അവിടെ നിന്നും നല്ല കർട്ടനുകൾ കിട്ടുന്ന ഷോപ്പിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അത്യാവശ്യം നല്ല കർട്ടൻസും എല്ലാം എടുത്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. അവർ വീട്ടിലെത്തിയതും ചെടികളെല്ലാം കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയും അന്നക്കുട്ടിയും അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ മോളെ, അന്നക്കുട്ടി പറഞ്ഞതും ഇനിയിപ്പോൾ നോക്കാൻ ആളായല്ലോ, കുര്യച്ചൻ ചേട്ടൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാം അല്ലേ മോളെ? കുര്യച്ചൻ ചേട്ടൻ പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു. എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിച്ചു. ഗൗരി കുഞ്ഞുങ്ങൾക്ക് പാലും ഇപ്പോൾ ചെറിയ രീതിയിൽ കുറുക്കും കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൊടുത്ത് അവരെ അമ്മച്ചിയുടെയും അന്നക്കുട്ടിയുടെയും കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അവരുടെ കൂടെ തന്നെ ത്രേസിച്ചേടത്തിയും കൂടി. കുര്യച്ചൻ ചേട്ടൻ ചാണകവും വളവും എല്ലാം കൊണ്ടുവന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ ചെടികൾ നട്ടു. ഭംഗിയായി തന്നെ ചെടികളെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ട് 4:30 മണി ആയിരുന്നു. അതിനിടയ്ക്ക് അന്നക്കുട്ടി എല്ലാവർക്കും ചായയും പലഹാരങ്ങളും കൊണ്ടുവന്ന് കൊടുത്തു. അവരും ഇടയ്ക്ക് കൂടി. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അതിനുശേഷം റോസ്മേരിയും സാന്ദ്രയും അന്നക്കുട്ടിയും തിരിച്ച് വീട്ടിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് അവർ സ്റ്റോർ റൂമിൽ നിന്നും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ സാധനങ്ങളെല്ലാം എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തുടച്ച് ഗൗരിയും കുര്യച്ചൻ ചേട്ടനും ഭംഗിയായി എടുത്തു. അകത്തേക്ക് കയറിയ ഗൗരി പിന്നീട് അവളുടെ ഇഷ്ടത്തിന് ലിവിംഗ് റൂമിലെ കർട്ടനുകളെല്ലാം മാറ്റി. സോഫ എല്ലാം പുതിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. എല്ലാ മാറ്റങ്ങളും വരുത്തി അവൾ ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തു. രാത്രി അത്താഴത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയായിരുന്നു ത്രേസി ചേട്ടത്തിയും അമ്മച്ചിയും. അതിനിടയ്ക്കാണ് ഗൗരി ലിവിംഗ് റൂം സെറ്റ് ചെയ്തത്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് അവൾ വാങ്ങിയിരുന്നു. അതെല്ലാം അവൾ സെറ്റ് ചെയ്തു. സമയം 7 മണി കഴിഞ്ഞു. അവളുടെ എല്ലാ ജോലികളും കഴിഞ്ഞപ്പോൾ ഇനി നിന്നാൽ ശരിയാവില്ല, കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ വേഗം തന്നെ കുളിച്ച് ഫ്രഷായി വന്നു. കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞു വന്ന അമ്മച്ചിയും ചേട്ടത്തിയും ലിവിംഗ് റൂമിലെ മാറ്റങ്ങൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ്സും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഫാമിലി ഫോട്ടോസും എല്ലാം അവൾ ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തു. കുളി കഴിഞ്ഞ് മുടി തോർത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയ ഗൗരി കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ ബെഡിൽ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും എഴുന്നേറ്റപ്പോൾ അമ്മച്ചി എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാകും എന്ന് അവൾക്ക് തോന്നി. അവൾ മുടി തോർത്തിക്കൊണ്ട് തന്നെ റൂമിന് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അമ്മച്ചിയും അന്നക്കുട്ടിയും കൂടി കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് കാണുന്നത്. അവളെ കണ്ടതും അമ്മച്ചി, നല്ല ഭംഗിയുണ്ട് മോളെ, നന്നായിട്ടുണ്ട്. ഈ ലിവിംഗ് റൂമിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതാ പറയുന്നത്, ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീടിന് ഐശ്വര്യം ഉണ്ടാകുമെന്ന്. അമ്മച്ചി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കുന്നത് കണ്ടതും, സണ്ണി എത്താറായിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്, അമ്മച്ചി പറഞ്ഞു. അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് വണ്ടി വന്നു നിന്നത്. അവൻ എത്തിയെന്ന് തോന്നുന്നു, അമ്മച്ചി പറഞ്ഞതും ഗൗരി അവിടെ നിന്ന് തന്നെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് സണ്ണി അകത്തേക്ക് കയറി വരുന്നത് അവൾ കാണുന്നത്. അകത്തേക്ക് കയറിയ സണ്ണിയും ചുറ്റുമൊന്ന് നോക്കി. കാരണം എന്നും ഉള്ളതിൽ നിന്നും നല്ല പ്രകാശം ഉണ്ടായിരുന്നു ലിവിംഗ് റൂമിന്. വന്നപ്പോൾ തന്നെ, ഇത് എൻ്റെ വീട് തന്നെയാണോ എന്ന് വന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി.
മുറ്റത്തെ മാറ്റങ്ങൾ കണ്ടു. ഒരുപാട് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെയും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിയുടെ മരുമകളുടെ പണിയാണോ? അത് ആരുടെ ആയിക്കോട്ടെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മച്ചി ചോദിച്ചു. പിന്നല്ലാതെ സൂപ്പറായിട്ടുണ്ട്. ഈ ലിവിംഗ് റൂമിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്, അവനും പറഞ്ഞു. അതുതന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്, അമ്മച്ചിയും ചേട്ടത്തിയും പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും ഗൗരി സണ്ണിയെ നോക്കുകയായിരുന്നു. അത് പറഞ്ഞു നോക്കിയ സണ്ണി കാണുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗൗരിയാണ്. നീ ഇത് എവിടെ പോയതാ? രാവിലെ പോയതാണല്ലോ, അമ്മച്ചി ചോദിച്ചു. എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. ഞങ്ങൾ ഭക്ഷണം എടുത്തു വയ്ക്കട്ടെ? ഒരുമിച്ച് കഴിക്കാം, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി എടുത്തു വെച്ചോ, ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. പോകുമ്പോൾ തിരിഞ്ഞ് ഗൗരിയെ ഒന്ന് നോക്കാനും മറന്നില്ല. അപ്പോഴും ഗൗരി മുകളിലേക്ക് പടികൾ കയറുന്ന സണ്ണിയെ നോക്കി നിൽക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കിയ സണ്ണി അത് കണ്ടു. അവൻ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അവൾ ചെന്നു. അവിടെ ഇരുന്നു. അമ്മച്ചിയും ചേട്ടത്തിയും കൂടി അടുക്കളയിലേക്ക് പോയിരുന്നു. അവർ കിച്ചണിൽ ചെന്ന് ഭക്ഷണങ്ങളെല്ലാം ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ത്രേസി ചേട്ടത്തി ഗൗരിയുടെ അടുത്തേക്ക് വന്നു. മോൾ അങ്ങോട്ട് ചെല്ല്. ഭക്ഷണമെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. മക്കളെ ഞാൻ നോക്കിക്കൊള്ളാം, ചേട്ടത്തി പറഞ്ഞതും. അപ്പോൾ ചേട്ടത്തിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അവൾ ചോദിച്ചു. ഞാനും കുര്യച്ചൻ ചേട്ടനും കൂടി കഴിച്ചോളാം, നിങ്ങൾ കഴിക്കേ എന്ന് പറഞ്ഞ് അവൾ ഡൈനിങ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും അമ്മച്ചി വെള്ളവുമായിട്ട് ഡൈനിങ് റൂമിലേക്ക് വന്നു. നമുക്ക് കഴിക്കാം, ത്രേസ്യ കുര്യച്ചൻ്റെ ഒപ്പം കഴിച്ചോളാം എന്ന് പറയുന്നത്. അതുവരെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അമ്മച്ചി ഇരുന്നു. അപ്പോഴേക്കും സണ്ണി കുളി കഴിഞ്ഞ് വന്നിരുന്നു. ഗൗരി അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അമ്മച്ചി അവളെ ഒന്ന് നോക്കി. പഴയതുപോലെ ഇപ്പോൾ സണ്ണിയുടെ അടുത്ത് ഒരകൽച്ചയും അവൾക്കില്ല. അവനോട് അടുത്ത് തന്നെ നിന്നാണ് അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അവൻ്റെ ഇഷ്ടങ്ങളും അവൻ എത്രത്തോളം കഴിക്കുമെന്നും എല്ലാം ഇപ്പോൾ അവൾക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. അമ്മച്ചിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു അത്. എന്നാൽ ഗൗരിയും അത് ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ തനിക്ക് പഴയതുപോലെ സണ്ണിച്ചൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പേടിയോ വെപ്രാളമോ ഒന്നും തോന്നുന്നില്ല. ഇപ്പോൾ പഴയതിലും കൂടുതൽ അടുപ്പം അവൾക്ക് സണ്ണിയോട് തോന്നുന്നുണ്ട്. ഈ വീട്ടിലെ മരുമകളായി താൻ പൂർണ്ണമായും മാറിയിരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി. ഇനി സണ്ണിയുടെ ഭാര്യയായി മാത്രം മാറിയാൽ മതി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും താൻ ഈ വീടിൻ്റെ മരുമകളായി മാറുമെന്ന് അവൾക്ക് തോന്നി. ഗൗരിയും സണ്ണിയുടെ അടുത്ത് തന്നെ ഇരുന്നു ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു പണി അല്ലേ? സണ്ണി ചോദിച്ചതും അവൾ സണ്ണിയെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും കഷ്ടപ്പെട്ടതിന് പ്രതിഫലമുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ഫീലൊക്കെ തോന്നുന്നുണ്ട് അല്ല അമ്മച്ചി? സണ്ണി ചോദിച്ചതും അതിന് ഈ കൊച്ച് ഇവിടെ വലതുകാല് വെച്ച് കയറി വന്ന അന്നു മുതൽ ഈ വീടിന് ഒരു പോസിറ്റീവ് ഫീലുണ്ട്. അത് തിരിച്ചറിഞ്ഞത് നീ ഇപ്പോഴാണെന്ന് മാത്രം, അമ്മച്ചി സണ്ണിയെ നോക്കി പറഞ്ഞതും സണ്ണി അമ്മച്ചിയെ കണ്ണു കോർപ്പിച്ച് നോക്കി. സണ്ണി, നാളെ സൺഡേ ആണ്, രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിൽ പോകണം, സണ്ണിയോട് അമ്മച്ചി പറഞ്ഞു. സണ്ണി ഗൗരിയെ നോക്കി. പോകാമല്ലോ എന്ന് ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയണക്കി. ഭക്ഷണം കഴിച്ചത് കഴിഞ്ഞതും സണ്ണി വേഗം മക്കളുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടത്തി പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇരുന്നു. ചേട്ടത്തി അപ്പോഴേക്കും എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. അവിടെ ചെന്ന് ഗൗരിയെ കിച്ചണിൽ നിന്നും പറഞ്ഞു വിട്ടു. ഞങ്ങൾ ചെയ്തോളാം ഇനി എന്ന് പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്. മക്കളുടെ അടുത്ത് ചെന്നപ്പോൾ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന സണ്ണിയെ കണ്ടു. കണ്ണ് തുറന്ന് കിടക്കുകയാണ് രണ്ടുപേരും. ഗൗരിയെ കണ്ടതും പെട്ടെന്ന് മോൻ കരഞ്ഞു തുടങ്ങി. അമ്മ വന്നറിഞ്ഞതും അവൻ തുടങ്ങി. സണ്ണി പറഞ്ഞുകൊണ്ട് ഗൗരിയെ തിരിഞ്ഞു നോക്കി. ഗൗരി ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ സണ്ണിയുടെ അടുത്ത് തന്നെ ഇരുന്നു. അത് സണ്ണി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സണ്ണി ഗൗരിയെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തിരിച്ച് ഗൗരിയും. പിന്നെ മോനെ നോക്കി. എന്താടാ കണ്ണാ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരി മോനെ എടുത്തതും ഗൗരി, മക്കൾക്ക് പേരിടണ്ടേ? സണ്ണി ഗൗരിയോട് ചോദിച്ചതും അവൾ സണ്ണിയെ നോക്കി. അത് കേട്ടുകൊണ്ടാണ് അമ്മച്ചിയും വന്നത്. ഞാനിത് നിങ്ങളോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. മക്കൾക്ക് പേരിടണം. പേര് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അമ്മച്ചി ചോദിച്ചതും ഗൗരി സണ്ണിയെ ഒന്ന് നോക്കി. സണ്ണിയും അവളെ നോക്കി.
മോൾക്ക് പേര് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ മോൾക്ക് ഞാനൊരു പേര് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അമ്മച്ചിയെയും ഗൗരിയെയും നോക്കി. ആയിക്കോട്ടെ, എന്താ നീ കണ്ടുപിടിച്ച പേര്? നില. നില സണ്ണി ഡേവിഡ് ജോർജ്. സണ്ണി പേര് പറഞ്ഞതും അമ്മച്ചിയും ഗൗരിയും അവനെ നോക്കി. എന്താണ് ഇങ്ങനെ ഒരു പേര്? അതോ, എൻ്റെ മോളുടെ അപ്പൻ ക്രിസ്ത്യാനിയും അമ്മ ഹിന്ദു ആണ്. അപ്പോൾ എൻ്റെ കൊച്ചിനോട് എല്ലാവരും ചോദിക്കും എന്താ പേരിട്ടിരിക്കുന്നത് എന്ന്, ഹിന്ദു പേരാണോ ക്രിസ്ത്യൻ പേരാണോ എന്ന്. അപ്പോൾ നില എന്ന പേരാവുമ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഹിന്ദു പേരാണോ എന്നോ ക്രിസ്ത്യൻ പേരാണോ എന്ന്. അതാണ് അങ്ങനൊരു പേര്. സണ്ണി പറഞ്ഞതും അമ്മച്ചിയും ഗൗരിയും ഒന്ന് പുഞ്ചിരിച്ചു. എന്താ ഇഷ്ടമായോ? സണ്ണി ചോദിച്ചതും അമ്മച്ചിയും ഗൗരിയും ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ മോന് ഗൗരി പേരിട്ടോ? സണ്ണി പറഞ്ഞതും അവൾ അവനെ നോക്കി. പേരിടടോ, തനിക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞോ. സണ്ണി പറഞ്ഞതും ഗൗരി ഒന്ന് ആലോചിച്ചു. നാദ്. നാദ് സണ്ണി ഡേവിഡ് ജോർജ്. ഗൗരി പറഞ്ഞതും അമ്മച്ചിയും സണ്ണിയും അവളെ നോക്കി. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, നല്ല പേരാണ്, നാദ്, സണ്ണി പറഞ്ഞു. അപ്പോൾ പേരായി. ഇനി ഇവരുടെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് കൊടുക്കാം. മോളെ ഗൗരി, മോളുടെ ജനന സർട്ടിഫിക്കറ്റ്? അത് എൻ്റെ കയ്യിലില്ല അമ്മച്ചി, അവൾ പറഞ്ഞു. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, 2 മക്കളുടെയും ജനന സർട്ടിഫിക്കറ്റ് ഞാൻ റെഡിയാക്കിക്കൊള്ളാം, സണ്ണി പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ഞാൻ കിടക്കാൻ പോവാണേ. അതെ, നാളെ പള്ളിയിൽ പോകുന്ന കാര്യം മറക്കണ്ട, അമ്മച്ചി വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും മോൻ വീണ്ടും കരച്ചിൽ തുടങ്ങി. ഞാൻ കൊണ്ടുപോയി ഉറക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൗരി വേഗം മോനെയും എടുത്ത് റൂമിലേക്ക് പോയി. സണ്ണി ബെഡിൽ കിടന്ന് കളിക്കുന്ന മോളെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. പപ്പയുടെ മോള് കളിക്കാണോ? എപ്പോഴിങ്ങനെ ഉറങ്ങിയാൽ മതിയോ? നമുക്ക് കളിക്കണ്ടേ? എപ്പോഴാ അപ്പയുടെ കൂടെ കളിക്കാൻ വരുന്നത്? ആ ചെക്കൻ എപ്പോഴും അമ്മയുടെ കൂടെയാ. ആ ചെക്കനെ അമ്മയെ മതി. അപ്പോൾ മോക്ക് അപ്പയെയും അല്ലേടാ? സണ്ണി ചോദിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ വയറിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ഇക്കിളികൊണ്ട് ചിരിക്കുന്നുമുണ്ട്. കുറേ നേരമായി ചിരി തുടങ്ങിയിട്ട്. അപ്പയും മോളും കളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരി മോളെ എടുക്കാനായി വന്നത്. മോൻ ഉറങ്ങിയോ? സണ്ണി ചോദിച്ചു. ഉറങ്ങി, അവൾ പറഞ്ഞു. ഗൗരി മോളെ എടുത്തതും സണ്ണി അവിടെ നിന്നും എഴുന്നേറ്റു. കുഞ്ഞുങ്ങളെ കിടത്തിയ ബെഡെടുത്ത് മടക്കി വെച്ചുകൊണ്ട് അവൻ ചെന്ന് മുൻവശത്തെ വാതിലടച്ച് കുറ്റിയിട്ടു. തിരിഞ്ഞു വരുമ്പോൾ ഗൗരി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. ഇവിടെ തന്നെ നിൽക്കുന്നെന്താ? പോയി കിടന്നോ, അവൻ പറഞ്ഞു. സണ്ണിച്ചായ, മോനി ഒന്ന് എടുക്കാവോ? ഗൗരി ചോദിച്ചതും സണ്ണി മനസ്സിലാവാതെ അവളെ നോക്കി. എന്തിനാ, മോൻ ഉറങ്ങിയില്ലേ? അവൻ ചോദിച്ചു. ഉറങ്ങി, പക്ഷേ സണ്ണിച്ചായ, ഇന്നു മുതൽ ഞങ്ങൾ സണ്ണിച്ചൻ്റെ കൂടെയാ. അവൻ കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ ചുണ്ടിലെ വിറയലും കണ്ണുകളിലെ തിളക്കവും മുഖത്തെ സന്തോഷവും എല്ലാം ഗൗരി കാണുന്നുണ്ടായിരുന്നു. എന്താ എന്താ പറഞ്ഞേ? സണ്ണി ചോദിച്ചു. അത് ഞങ്ങൾ ഇന്നു മുതൽ സണ്ണിച്ചൻ്റെ കൂടെയാണെന്ന്. ഗൗരി പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു. മോളെ എടുത്തു കൊണ്ടുനിന്ന അവളെ ചേർത്ത് പിടിച്ചു. സത്യമായിട്ടും? അവൻ ചോദിച്ചു. അതെ, ഞങ്ങൾ ഇന്നു മുതൽ സണ്ണിച്ചൻ്റെ കൂടെയാ, അവൾ പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ വേഗം മോനെ എടുക്കാനായി റൂമിലേക്ക് പോയി. ഉറങ്ങിക്കിടന്ന മോനെ അവൻ സന്തോഷത്തോടെ എടുത്ത് പുറത്തേക്ക് വന്നതും, കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് ഞങ്ങളുടെ ബാഗും സാധനങ്ങളും എല്ലാം റൂമിലേക്ക് എടുക്കണം, അവൾ പറഞ്ഞു. അതിനെന്താ, താൻ മോൾക്ക് പാല് കൊടുത്ത് ഉറക്കുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും മുകളിലുണ്ടാകും, നമ്മുടെ റൂമിൽ, സണ്ണി പറഞ്ഞു. അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൈയിൽ മോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പടികൾ കയറി മുകളിലേക്ക് പോയി. മുകളിലെ റൂമിലേക്ക് എത്തിയതും അവൻ വാതിൽ തുറന്നു കൊടുത്തു. അവൾക്ക് കയറാനായി അവൻ മാറിക്കൊടുത്തു. ഗൗരി മോളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കയറി. മക്കളെ ബെഡിൽ കിടത്തുന്നോ അല്ലെങ്കിൽ തൊട്ടിലെടുത്തോണ്ട് വരണോ? സണ്ണി ചോദിച്ചു. അത് ഞാനവരെ രാത്രി തൊട്ടിലിൽ കിടത്താറില്ല, ഗൗരി പറഞ്ഞു. ആണോ? എന്നാ ബെഡിൽ കിടത്താം എന്ന് പറഞ്ഞ് സണ്ണി മോനെ ബെഡിലേക്ക് കിടത്തി. ഗൗരി, മോളെ ഉറക്ക്, അപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം.
സണ്ണി ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്നത് ഗൗരി ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. ഇത്രയും സണ്ണിച്ചാൻ ആഗ്രഹിച്ചിരുന്നു തൻ്റെയും കുഞ്ഞുങ്ങളുടെയും സമീപ്യം എന്ന് അവൾക്ക് മനസ്സിലായി. ഗൗരി മോളെ മടിയിലേക്ക് എടുത്തു വെച്ച് പാല് കൊടുത്തു. അല്പസമയം കഴിഞ്ഞതും മോൾ ഉറങ്ങി. അപ്പോഴേക്കും സണ്ണി 2 ട്രിപ്പായി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോഴേക്കും ഗൗരി മോളെ ഉറക്കി ബെഡിലേക്ക് കിടത്തി. അവൾ എഴുന്നേറ്റതും സണ്ണി എല്ലാ സാധനങ്ങളും റൂമിൽ എത്തിച്ചിരുന്നു. ഗൗരി, തൻ്റെ ഡ്രസ്സെല്ലാം ആ കബോർഡിൽ വെച്ചോളൂ, മക്കളുടെയും അതിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ടാകും, സണ്ണി പറഞ്ഞു. അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ചെന്ന് ബാഗ് വാങ്ങി. കബോർഡ് തുറന്ന സാധനങ്ങൾ ഭംഗിയായി തന്നെ അടക്കി വെച്ചു. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുള്ള ബാഗുകളും തുറന്നു. അതും അവൾ അടക്കി വെച്ചു. പിന്നീട് ചെറിയൊരു കവറിൽ അവൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളായിരുന്നു. പൊട്ട്, കൺമഷി, കുങ്കുമം, അങ്ങനെ എല്ലാം. അങ്ങനെ അതെല്ലാം അവനെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലേക്ക് വെച്ചു. ഹായ്, ഞാനാണ് കാർത്തിക. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ശബ്ദം അത്ര നന്നായിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.